അപ്പോൾ നമുക്കിന്ന് ചായക്ക് ഇതാ ദോശയും മുട്ടക്കറിയാണ്. അപ്പോൾ ഇതാ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കണു. പിന്നെ മുട്ടക്കറിക്ക് മുട്ട അടപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ. എല്ലാവരും ദോശ മുട്ടക്കറി. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. മസാല ദോശയാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ ലച്ചു ബേബി മുട്ടക്കറിയുടെ കാര്യം പറയണ്ടായി. മസാല ദോശയ്ക്ക് ഈ ദോശയിൽ അവിടെ ഉണ്ടാക്കാം. ഇതിൽ നമുക്ക് പറ്റില്ല, കുറച്ചുകൂടെ വലിപ്പം വേണം. ഇത് ചെറിയ ദോശ തട്ടാ. അപ്പോൾ അത് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടെങ്കിലാണ് നമുക്കത് മറിച്ചിടാനായിട്ട് പറ്റുള്ളൂ. ഇത് ചെറിയ ദോശ ആയതുകൊണ്ട് വലിയ ഞാൻ അവരോട് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. നമുക്ക് പറ്റില്ല. ഇനിയിപ്പോൾ പിന്നെ ഒരു ദിവസം ചെയ്യാം. അപ്പോൾ അതാണ് മുട്ടക്കറിക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി അതൊക്കെ ചേർത്ത് നമ്മൾ വഴറ്റുക. നന്നായിരുന്നു വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാലയും അതുപോലെ തന്നെ തക്കാളി ചേർക്കാം. തക്കാളി പേസ്റ്റ് ആക്കിയിട്ടില്ലെന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട്. അപ്പോൾ അതാ നമ്മുടെ സബോള വാടി തുടങ്ങിയപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മസാലയും ചേർത്തിട്ട് വീണ്ടും വഴറ്റുക. അവസാനമാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. നമ്മുടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തക്കാളി ഇടാം. ഈ തക്കാളി ഇതിൻ്റെ കൂടെ വഴറ്റി വെന്ത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കുക. മല്ലിയരിയോ വേപ്പിലയോ അപ്പോൾ നമ്മൾ അവസാനം ചേർത്ത് ഇറക്കുക. ഇപ്പോൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യണില്ല. അമ്മയ്ക്ക് മുട്ട അമ്മ കഴിക്കില്ല ഇവിടുത്തെ അമ്മ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ നേരത്ത് മാത്രമാണ് മുട്ട ചേർക്കുക. നമ്മുടെ ഇതിന് തക്കാളി ഒന്ന് വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത് കൂടുതൽ ചാറാണ് വേണ്ടത് ഈ ദോശയിലേക്ക് പിള്ളേർക്ക്. അപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. മുട്ട അവർ കഴിക്കാൻ നേരത്ത് മാത്രമാണ് അതിലേക്ക് ചേർത്ത് തിളപ്പിക്കലില്ല ദോശ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനും മോനും കൂടെ ചിക്കൻ മേടിക്കുമ്പോൾ ഇഷ്ടമല്ല. ഇപ്പോൾ എല്ലായിടത്തും നല്ല എന്താ പറയുക കറികളും അതിൻ്റെയൊക്കെ പണികളായിരിക്കും എല്ലാവർക്കും. ചിക്കനും പോർക്കും ബീഫും ഒക്കെ നോമ്പൊക്കെ എടുത്തിട്ട് ഇന്നിപ്പോൾ നല്ല ഒരു അടിപൊളി സദ്യ ആകും. ഇവിടെ ഇപ്പോൾ ചിക്കനാണ് മേടിക്കുന്നത്. ഞങ്ങൾ നാളെ മരൂടിച്ചാലേക്ക് പോകണതുകൊണ്ട് നമ്മൾ ഇന്ന് ചിക്കൻ മാത്രം മേടിക്കുള്ളൂ. പോർക്ക് മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, ഇനിയിപ്പോൾ അമ്മ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അനിയും വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ മതി എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചിക്കൻ മേടിക്കാൻ പോയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മുടെ കഴിയണു, ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉച്ചത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചിക്കൻ കറിക്കുള്ള ചിക്കൻ റെഡിയായി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി റെഡിയാക്കി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാനിതിലേക്ക് മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. സാധാ മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കൂടി ചേർത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അമ്മ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളി വെച്ച് എണ്ണ ചൂടായി. അപ്പോൾ നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് നമുക്ക് വറുത്ത് കോരാം. നമുക്ക് 1-2 ട്രിപ്പായിട്ട് വറുത്ത് കോരാം. അപ്പോൾ അത് ഇരുന്നിട്ട് ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പേസ്റ്റ് ആക്കാനായിട്ട് തക്കാളി, വെളുത്തുള്ളി, ഇത് പച്ചമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് പേസ്റ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ മൂത്തിട്ടുണ്ട്. ബാക്കി എണ്ണയിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും പേസ്റ്റൊക്കെ ചേർത്ത് നന്നായിട്ട് സബോള നല്ല വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യം മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ അതായത് ഒരു 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്.
ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഉണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, ഒരു 2.5 ടീസ്പൂണ് നല്ല മുളക് പൊടിയും ചേർക്കാം നമുക്ക്. അപ്പോൾ അതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചേക്കണ ചിക്കൻ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ അല്ല, ചെറുതായിട്ടൊരു കുഴമ്പനാക്കാനാണ് നമുക്ക്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ലൈറ്റായിട്ട് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതായത് വെള്ളം തിളയ്ക്കേണ്ട, ചെറുതായി ചൂടുവെള്ളമാണ് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ചേർക്കുന്നത്. ഒന്ന് അരപ്പ് സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്താൽ ഉപ്പ് എരിവൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാവും. അതാ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇത് നമുക്ക് പപ്പടവും കാച്ചണം, അതുപോലെ തന്നെ കോവയ്ക്ക ഫ്രൈയും ചെയ്യാം. നമ്മൾ കോവയ്ക്ക ഫ്രൈക്ക് റെഡിയാക്കി വെച്ചേക്കാണ്. കോവയ്ക്ക നീളത്തിൽ കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുറച്ച് വേപ്പിൽ മസാലയും ചേർത്തിട്ട് പറ്റി വെച്ചേക്കാണ്. എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാ ഏട്ടൻ കുറച്ച് ആലയപ്പണിയുണ്ട്, അപ്പോൾ അത് ചെയ്യാണ്. ഈസ്റ്ററായിട്ട് മുടക്കില്ല ആൾക്ക്, കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് ചെയ്യാണ്. ഇപ്പോൾ തിരൂർ ഞങ്ങളുടെ ഇവിടെ ആലയപ്പണിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിരൂർ നമ്മുടെ പള്ളിയുടെ അടുത്താണ്, ദേശസമുദായം കൈപ്പാളിയാണ്, അവിടെ അടുത്താണ് നമ്മുടെ ആല. അവിടെ അപ്പോൾ നമ്മൾ പണിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിയനിരിക്കുന്ന ആലയപ്പണി ചെയ്യുന്നുണ്ട്. പിന്നെ വർക്ക്ഷോപ്പ് പണിയാണ് നമുക്ക്. അപ്പോൾ ഗ്രില്ലും ഗേറ്റ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. അതുപോലെ ആലയിലത്തെ കാർഷിക ഉപകരണങ്ങളെല്ലാം കാച്ചി കൊടുക്കും. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. പുതിയ വെട്ടുകത്തി ആയിക്കോട്ടെ, അരിവാളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ കുലത്തൊഴിലാണല്ലോ ഇത്. അപ്പം നമ്മളെല്ലാ തരത്തിലുള്ള വർക്കും ഇവിടെ ചെയ്യും. വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞ ശേഷം അമ്മയുടെയും ഞങ്ങളുടെ പണിയാണ് പുളിങ്കുരു. ഇതിൻ്റെ പുളിങ്കുരു കളഞ്ഞിട്ട് പുളീനെ ഉപ്പിട്ട് ഇടിച്ചല്ലേ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. എന്നിട്ട് ഇതിൻ്റെ പുളിങ്കുരു വറുത്ത് കഴിക്കണേ. ഞങ്ങൾ വേനൽക്കാലത്തൊക്കെ ഇത് വല്ല പൂരത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വറുത്തുകൊണ്ട് പോകും. എന്നിട്ട് പുളിങ്കുരു പണ്ടൊക്കെ നാടകം കാണാനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ പുളിങ്കുരു കൊണ്ട് പോകും. അതുപോലെ അച്ചപ്പവും ഇതൊക്കെ ആയിട്ട് എന്നിട്ട് ഇരുന്ന് തിന്നും. അപ്പം അമ്മ പറയും പണ്ടത്തെ കാര്യം അങ്ങനെ, പണ്ടൊക്കെ അങ്ങനെയല്ലേ. ഇപ്പം ആർക്ക് പുളിങ്കുരു വേണം? ഇത് ഞങ്ങളിതാ ഉണങ്ങി തുടങ്ങി. പിന്നെ വൈകിട്ടത്തേക്ക് ഇതായി ഇപ്പം നമ്മുടെ പരിപാടി. അതാ സന്ധ്യാവിളക്ക് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ ഒരു ദിവസം അങ്ങനെ ഏകദേശം കഴിയാറായി. അപ്പോൾ നാളെ നല്ലൊരു വിശേഷവുമായിട്ട് വരുന്നവരേക്കും ഇവിടെ സ്വന്തം ശ്രീ.